ഒരു വീട്ടിലൊരു മരണം ഉണ്ടായി, അയൽപക്കത്താണ്, ചെറുപ്പക്കാരനാ മരിച്ചത്, മയ്യത്ത് കൊണ്ടുവരികയാണ്, പൊട്ടിക്കരയാണ് മനുഷ്യന്മാർ, നെഞ്ചത്തടിച്ച് കരഞ്ഞ് പൊട്ടിക്കരയാണ്. പടച്ചോനെ, എൻ്റെ അയൽവാസിയാണ്, കുടുംബമാണ്, എങ്ങനെ ആശ്വസിപ്പിക്കും? ഒരു മരണത്തിൽ എങ്ങനെ ആശ്വസിപ്പിക്കേണ്ടത്? ആശ്വസിപ്പിക്കാൻ പ്രവാചകൻ വാക്കു പറഞ്ഞു തന്നു. അത് പറയണം. മയ്യത്ത് കബറടക്കി, മയ്യത്തെടുത്തു, മയ്യത്ത് കബറടക്കി, ഒക്കെ ചെയ്തു. 3 ദിവസം വരെ ആ താസിയത്തിൻ്റെ വാക്ക് പറയണം. പ്രവാചകന്റെ മകൾ സൈനബ റളിയല്ലാഹു തആല അൻഹയുടെ കുട്ടി മരിച്ചു. വല്ലിപ്പാനെ വിവരം അറിയിച്ചു. അള്ളാഹിന്റെ റസൂലിനെ അറിയാം എങ്ങനെ മോളെ സമാധാനിപ്പിക്കും. റസൂലുള്ള പറഞ്ഞു, ആ പറഞ്ഞ വാക്കാണ് നമുക്കെല്ലാവർക്കും ഖിയാമത്ത് നാൾ വരെ പറയാനുള്ളത്. എന്താണ് ആ വാക്ക്? ഇന്ന ലില്ലാഹി മാ അഖദ വലഹു മാ അത വകുല്ലു ശൈഇൻ ഇൻദഹു ബിഅജലിൻ മുസമ്മാ ഫൽതസ്ബിർ വൽതഹ്തസിബ്. ഇന്ന ലില്ലാഹി മാ അഖദ, പടച്ചോൻ തന്നതൊക്കെ പടച്ചോൻ്റെ തന്നെയാണ്, പടച്ചോൻ എടുത്തതൊക്കെ പടച്ചോൻ്റെ തന്നെയാണ്. വലഹു മാ അത, പടച്ചോൻ തന്നതൊക്കെ പടച്ചോൻക്കുള്ളത് തന്നെയാണ്. വകുല്ലു ശൈഇൻ ഇൻദഹു ബിഅജലിൻ മുസമ്മാ, അള്ളാഹിൻ്റെ അടുക്കൽ എനിക്കും ഉങ്ങൾക്കൊക്കെ എല്ലാവർക്കും ഒരു അജലുണ്ട്, നമ്മളൊക്കെ മരിച്ചു പോകും. അതുകൊണ്ട് ഫൽതസ്ബിർ, നന്നായി ക്ഷമിക്ക് കുഞ്ഞെ, നന്നായി ക്ഷമിക്ക്. ഫൽതഹ്തസിബ്, അതിലൂടെ സ്വർഗമെന്ന പ്രതിഫലം കാക്ഷിക്ക്. വല്ലാത്തൊരു താസിയത്തിൻ്റെ വാക്ക്. നമുക്ക് എത്ര ആൾക്കാർക്ക് ഇതറിയും? മരിച്ചാൽ മയ്യത്ത് കബറടക്കിന് വന്നാൽ പായസം, അത് കഴിഞ്ഞാൽ പിറ്റേന്നും പായസം, 3-ൻ്റെ അന്ന് കണ്ണൂക്ക്, പിന്നെ 7-ൻ്റെ അന്ന് വേറെ, പിന്നെ ആണ്ടോടാണ്ട് തിന്നാനല്ലാതെ ഈ സാധാരണക്കാരായ ആളുകൾക്ക് ഈ താസിയത്ത് ഏത് പണ്ഡിതനാണ് പഠിപ്പിച്ചു കൊടുത്തത്? ഒരു മരിച്ച വീട്ടിൽ വന്നാൽ മയ്യത്ത് കണ്ട് പോകലല്ല വേണ്ടത്. ഒരു മരിച്ച വീട്ടിൽ വന്നാൽ ആ മരിച്ച മയ്യത്തിൻ്റെ വീട്ടുകാരുണ്ട്, സങ്കടപ്പെട്ടിരിക്കുന്നവരുണ്ട്. ചെറുപ്പക്കാരിയായ പെണ്ണുണ്ട്, അവിടെ പ്രസവിച്ച് കിടക്കുന്ന പെണ്ണായിരിക്കും. ഒരു കുടുംബത്തിനത്താണിയാണ് പടച്ചോനെ, ഈ കുടുംബത്തെ പോലെ ചെറുപ്പക്കാരനാ മരിച്ചത്. ഇനി ഈ കുടുംബം എങ്ങനെ ജീവിക്കും? നാളെ അവർ എന്ത് തിന്നും? ആശ്വസിപ്പിക്കുന്ന വാക്ക് പറയേണ്ടവരാ നമ്മൾ. ആ വീട്ടിലേക്ക് കടന്നു ചെന്ന ഓരോരുത്തരും, മരിച്ച വീട്ടിലേക്ക് കടന്നു ചെന്ന മുഴുവൻ ആളുകളും ആ മരിച്ച മയ്യത്തിന്റെ അവകാശികളെ ചേർത്ത് പിടിച്ച് നെഞ്ചു തടവി കൈപിടിച്ചിട്ട് പറയണം, ഇന്നലില്ലാഹി മാ അഖദ വലഹു മാ അത വകുല്ലു ശൈഇൻ ഇൻദഹു ബിഅജലിൻ മുസമ്മാ ഫൽതസ്ബിർ വൽതഹ്തസിബ്. എത്ര പേർക്ക് അറിയും ഇത്? ഇത് വഹിയാണ്, അർശിന്റെ റഹ്മാനായ റബ്ബ് ഇറക്കിയ വഹിയാണ്. ഈ വഹി പഠിക്കാൻ നമുക്ക് സമയമില്ല. നമ്മളിൽ നിന്ന് ആശ്വാസവാക്കുകൾ പ്രതീക്ഷിക്കുന്നവർക്ക് ഇത് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളെ ജീവിതം പരാജയമല്ലേ സഹോദരങ്ങളെ? പണമോ നമ്മളെ സമ്പാദ്യമൊന്നും അല്ലല്ലോ, ഒരു ആശ്വാസവാക്ക് അതുപോലും കൊടുക്കാൻ നമുക്കറിയില്ലെങ്കിൽ. ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് ഇമാം നവവി അദ്ദേഹത്തിന് അദ്കാറിൽ പറയാണ്, ഈ വാക്കിനോളം താസിയത്തിന് പറ്റിയൊരു നല്ല വാക്ക് വേറെ ഇല്ല എന്ന്.